ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് ആയിക്കൂടാന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അതും ഓഫീസിൽ വെച്ചിട്ട്, അതും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓഫീസിലോട്ട് വന്ന രാവിലെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്, ക്ലാസ് ഒബ്സർവേഷൻ. അപ്പോൾ അതാണ് നമ്മൾ രാവിലെ തൊട്ടിട്ട് നമുക്കതൊരു വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് ചെയ്യുന്ന വർക്കുകളും ഇടയിലൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു സൈഡിൽ ഇതൊന്നും നടന്നു പോകും. അപ്പോൾ രാവിലത്തെ വർക്ക് ഇതാണ്. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പരിചയമൊന്നുമില്ല. അതുപോലെ എനിക്ക് വലുതായിട്ട് വീഡിയോയുടെ കാര്യങ്ങൾ, എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും അറിയില്ല. ബേസിക്കായിട്ടുള്ള കുറച്ചറിയാം. പിന്നെ വീഡിയോ എടുക്കാൻ അതുപോലെ തന്നെ എഡിറ്റിങ്ങിനും ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യം അപ്പോൾ ഫസ്റ്റ് രാവിലെ വന്നു നമ്മുടെ ഒബ്സർവേഷനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി. പിന്നെ വേറെ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തു. ഇന്ന് ഓഫീസിൽ ഞാനും ഷമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടുപേരും ലീവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലീവായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. കറി അയിലക്കറിയും കോഴിമുട്ട പൊരിച്ചതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പയറുപ്പേരിയായിരുന്നു. പിന്നെ എന്നിട്ട് താഴെ നമുക്ക് താഴെ വരണം കൈ കഴുകാണെന്ന് വെച്ചെങ്കിൽ. പിന്നെ അതാണ് നമ്മുടെ ഓഫീസ് കാണുന്നത്. മുകളിലുള്ള 4 റൂമും നമ്മുടെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്സ് കഴിച്ചു. അങ്ങനെ ഷമ്മയുടെ അളവെടുപ്പ് കഴിഞ്ഞിട്ടൊരു പപ്സ് കഴിച്ചു. അവൾ പപ്സ് തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ടിരുന്നു. പിന്നെ ഇത് മാത്രമല്ലാട്ടൊരു പണി, നമുക്ക് ഏത് നേരം തീറ്റൊന്നല്ല, ഇടയ്ക്ക് വർക്കൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നല്ല വർക്ക് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ. നിങ്ങൾക്കിപ്പോൾ ഈയിടെയായിട്ട് ഫുള്ള് ഫുഡ് കഴിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വിചാരിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല പരിപാടി. നമുക്ക് ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ചായ ഉണ്ടാക്കി. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരാൾ ചായ ഇടും. അപ്പോൾ ഇടുമ്പോൾ എല്ലാവർക്കും കൂടെ ഇടും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്രത്യക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഹാഫ് ഡേ ആയിരുന്നു, ലീവായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും ചായ ഇട്ട്, അവർക്ക് 2 പേർക്കും കട്ടൻ കാപ്പി, അതായത് ഒരാൾക്ക് വിത്തൗട്ട്, ഒരാൾക്ക് മധുരമുള്ളത്. പിന്നെ ഞാനിപ്പോൾ പാൽ കാപ്പിയാണ് കുടിക്കുന്നത്. അവർക്ക് 2 പേർക്കും കട്ടൻ മതി എന്ന് പറഞ്ഞു. ഷമ്മ പിന്നെ ഇപ്പോൾ കുറേ ഈടായിട്ട് ഷുഗർ ഫ്രീ ആണ് ഫുള്ള് കംപ്ലീറ്റ്. അപ്പോൾ അവർക്ക് മധുരമില്ലാത്ത വിത്തൗട്ട് ഒരു കാപ്പിയും പ്രത്യക്ഷയ്ക്ക് ഒരു മധുരമുള്ളൊരു കാപ്പിയും ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഇതാണ് എൻ്റെ ടേൺ കേട്ടോ. അപ്പോൾ എൻ്റെതെന്ന് വെച്ചാൽ പാൽക്കാപ്പിയാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് 2 പേർക്കുള്ളത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ എനിക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ എനിക്കുള്ളതില്ല ഉണ്ടാക്കണതിലോട്ടാണ് ഇപ്പോൾ കടന്നു വരവ്. അപ്പോൾ ഇതാണ് എനിക്കുള്ള കോഫി ഗൈസ്. അപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ബിസ്ക്കറ്റ്സും അതുപോലെ തന്നെ മിക്സറായിരുന്നു കഴിക്കാണ്ടായിരുന്നത്. അപ്പോൾ ഇത് സാറ് കണ്ടാൽ വിചാരിക്കും നിങ്ങൾ ഫുള്ള് തീറ്റയായിരുന്നു. സാറങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് ചിരിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിലൊന്ന് ക്ലീൻ ചെയ്തിടാണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ചെയറും അതുപോലെ ടേബിളൊക്കെ ഒന്ന് മാറ്റിയിട്ടു. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സിസ്റ്റത്തിലൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ സെറ്റ് ചെയ്തു, ക്ലീൻ ചെയ്തു, അങ്ങനെയൊക്കെ ഒന്ന് ഇട്ടു അറേഞ്ച് ചെയ്തിട്ട്. ഇതാണ് നമ്മൾ ഓഫീസ് വരുന്നത്. ഫുള്ളായിട്ട് ഞാനൊരു ദിവസം കാണിക്കാം. വേറെ റൂംസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ വേറെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ 5:30 വരെയാണ് നമ്മളെ ടൈം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഗൈസ്. അപ്പോൾ ടാറ്റാ.